السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين. إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني هواه علوما صلوا عليه وسلموا تسليما حتى لبهر النور جبريل وقف في شته رعبا وحد وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അഭിവന്ദരായ സയ്യിദ് അവറുകളെ, പ്രിയപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ വാഹകരായ ഹാഫിളീങ്ങളായ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, മുതഅല്ലിമീങ്ങളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, യുവസുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ റജബിന്റെ മുബാറക്കായ ഈ രാത്രിയിൽ വിശുദ്ധമായി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാനും ഇഷ്ടപ്പെട്ടതിനെയും ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെടാനും അതിലൂടെ ആഖിബത്തിന്റെ മഹത്വവും വിജയവും നേടിയെടുക്കാനും അവസാനം പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മരിക്കാനും മഹാന്മാരിലേക്ക് ചേരാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ലോകം ഒരു മഹാത്ഭുതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ ലോകത്തൊരിക്കലും തിരുത്തപ്പെടാൻ പറ്റാത്ത ചരിത്രം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ നായകനും ദായകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മറ്റുള്ള സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന് കാരണമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അധികം ചേർത്തിപ്പിടിക്കുകയും ആദരിക്കുകയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാപഞ്ചിക രഹസ്യത്തിന്റെ മഹാചെപ്പുകളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ തെരഞ്ഞെടുക്കുകയും ചെയ്ത മനോഹരമായ ഇസ്രാ മിഅ്റാജിന്റെ ദിനരാത്രങ്ങൾ, തൊട്ടടുത്ത ദിവസം രാത്രിയും അതിന്റെ പകലുമൊക്കെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മുബാറക്കായ റജബിന്റെ ചമൽക്കാരമായി ആനന്ദമായി മനോഹാരിതയായി നമ്മളിലേക്ക് സമാഗതമാകുകയാണ്.
അടിസ്ഥാനപരമായി ദുആക്ക് ഇജാബത്ത് ലഭ്യമാകുന്ന ചില രാവുകളുണ്ട്. അതിലൊരു രാവാണ് റജബ്. റജബിന്റെ രാവ്, റജബ് 1-ന്റെ രാവും അതുപോലെ തന്നെ 27-ന്റെ രാവുമൊക്കെ. അതോടൊപ്പം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഉമ്മത്തിന് ഏറ്റവും വലിയ നിഅമത്ത് നൽകി എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം റജബ് 27-ന്റെ പകലിൽ അതിപ്രധാനമായ സുന്നത്താണ് പരിശുദ്ധമായ നോമ്പ്. അതുകൊണ്ട് സാന്ദർഭികമായും ആമുഖമായും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റന്നാൾ ശനിയാഴ്ച നമ്മളെല്ലാവരും പടച്ച റബ്ബിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ലഭ്യമാക്കി തന്ന മഹാസൗഭാഗ്യവും റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഹബീബിന് നൽകിയത് എന്താണ്? മുനാജാത്താണ്. പരസ്പരം കാണാനും സംവദിക്കാനുമുള്ള അവസരമാണ്. ആ അവസരം ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി തന്നുകൊണ്ട് 5 വഖ്ത് നമസ്കാരം എന്ന മഹാസമ്മാനം നമുക്ക് ഏൽപ്പിച്ചു തന്നതിന്റെ ശുക്റായും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി എന്റെ ശരീരത്തോടും എന്റെ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഒരു യാത്രയുടെ ചരിത്രമല്ല. മിഅ്റാജ് എന്ന് പറയുന്നത്, ഇസ്രാ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു യാത്രയുടെ കഥ പറയലല്ല, മറിച്ചത് ഈമാനിന്റെ പരീക്ഷണത്തിന്റെ ചരിത്രമാണ്. ഇത് ഉമ്മത്തിനുള്ള സമ്മാനമാണ്. ഇത് നമസ്കാരം മനുഷ്യന്റെ വിജയത്വം, നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്ന, മനുഷ്യന്റെ വിജയത്തിന്റെ യഥാർത്ഥമായ വഴി തുറന്നു തരുന്ന ആ മഹാസംഭവത്തിന്റെ അനുസ്മരണമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട സമയമായിരുന്നു. അവിടുത്തെ 51ാമത് വയസ്സ് കഴിഞ്ഞ് 52ാമത് വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തേടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹിന്റെ എല്ലാമായിരുന്ന, അവിടുത്തെ ജീവിതത്തെ നിർണയിച്ച് നൽകിയിരുന്ന, ശക്തമായ പിന്തുണ നൽകിയിരുന്ന, ഏത് പ്രതിസന്ധിയിലും ഏതാലസ്യത്തിന്റെയും സങ്കടത്തിന്റെയും സമയത്തും ഹബീബായ തങ്ങളെ ചേർത്തി പിടിച്ചിരുന്ന മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് അതുണ്ടായത് ഈ സമയത്തായിരുന്നു. ഖദീജ ബീവി ഇല്ലാത്തൊരു ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ജീവിതത്തിൽ അവിടുന്ന് അവിടത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. യതീമായി ജനിച്ച മുത്തുനബിയുടെ ഉമ്മയായിരുന്നു ഖദീജ ബീവി. തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇണയായിരുന്നു ഖദീജ ബീവി. പരിശുദ്ധ ഇസ്ലാമിക ദഅവാ മേഖലയിൽ തന്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. മുത്ത് റസൂലുള്ളാഹി ശാരീരികമായി തളർന്നു പോകുന്നത്, മാനസികമായി പരാജയപ്പെട്ടു പോകുന്നത്, മാനസികമായി സങ്കടപ്പെട്ടു പോകുന്നത്, സാമ്പത്തികമായി പരാജയപ്പെട്ടു പോകുന്നത് ഒരിക്കൽ പോലും ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു ഖദീജ ബീവി. ഒരു ഭാര്യ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിൽ സാലിഹത്തായി തനിക്ക് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവര് മാതൃകയാക്കേണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മുത്ത് റസൂലുള്ളാഹിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അവർ. പാവപ്പെട്ട മുഹമ്മദിനെയാണോ ഖദീജക്ക് ഭർത്താവായി ഇണയായി ലഭിച്ചതെന്നൊരു ധ്വനി പരിശുദ്ധമായ മക്കയിൽ അലയലിയായി മാറിയപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ, നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോയവരാണ്, പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. പോയവർക്ക് ഇനിയും പോവാനും അല്ലാത്തവർക്ക് അതിനവസരം ലഭ്യമാവാനും ഈ മജ്ലിസ് കാരണമായി അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. അതേ പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജിന്റെ ഉംറയുടെ ഭാഗമായ സഅയിൽ നമ്മൾ സഫാ മർവക്കിടയിൽ നടക്കുമ്പോ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനരികിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്. ആ മർവയുടെ ഭാഗത്താണ് സഅയ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം. അവിടെയാണ് ഖദീജ ബീവിയുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് ചരിത്രം പിറന്നത്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ചത്. അത് ഹിറാ ഗുഹയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചേർത്തി പിടിച്ചപ്പോഴാവട്ടെ, അപവാദങ്ങളും അപരാധങ്ങളും കേൾക്കേണ്ടി വന്നപ്പോഴാവട്ടെ, എല്ലാം അവിടെ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒരു മനോഹരമായ കുട പോലെ അല്ലാഹുവിന്റെ ഹബീബിന് തണൽ വിരിച്ച തണൽ മരമായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ.
അതേ അവിടെ നീ അലയൊലി കേൾക്കുകയാണ്. മുഹമ്മദ് പാവമാണല്ലോ. ഇത്രയും വലിയ സമ്പന്നയായ ഖദീജ മുഹമ്മദിനെയാണോ വിവാഹം കഴിച്ചത്? നേരം പ്രഭാതമായപ്പോ മഹദിയായ ഖദീജ ബീവി അവിടുന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഓ മക്കക്കാരേ, എന്റെ ഭർത്താവായ ലോകത്തിന്റെ നേതാവ് ഫക്കീറാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനി നിങ്ങൾക്കത് പറയാൻ അവകാശമില്ല. എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ എന്റെ ഹബീബിന് വേണ്ടി നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ കൈവശം ഞാൻ നൽകുകയാണ്. ഇനി ഞാൻ ഫക്കീറത്താണ്. എന്റെ സമ്പത്തിന്റെ മുഴുവനും അവകാശി ഇനി എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണെന്ന് പറയാൻ ആർജവം കാണിച്ചയാളാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ. 2 വർഷത്തിലധികം മുത്തുനബിയെയും കുടുംബത്തെയും പരിശുദ്ധ മക്കയിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് പട്ടിണിക്കിട്ടപ്പോ പ്രിയപ്പെട്ടവരെ ഹക്കീം ഇബ്നു ഹിസാം എന്ന തന്റെ ചേർച്ചക്കാരനും കുടുംബക്കാരനും തനിക്ക് ഭക്ഷണം കൊണ്ടുതരും. ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയുമാണ്. ഹാഷിം മുത്തലിബ് കുടുംബത്തിൽപ്പെട്ടവരെയാണ് തടവിലിട്ടിട്ട് ഉപരോധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൽബ് ഗോത്രക്കാരിയാണ്. അവർക്കൊരിക്കലും അതിൽ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ തന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടെ അവരും താമസിക്കുകയാണ്. അങ്ങനെ അവസാനം തന്റെ പ്രിയപ്പെട്ട ചേർച്ചക്കാരൻ തനിക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് അല്പം പോലും കഴിക്കാതെ മുത്ത് റസൂലുള്ളാഹിക്കും കുടുംബത്തിനും അത് വിഹിതിച്ചു നൽകിയിട്ട് അവസാനം പട്ടിണി കിടന്ന് കുടലുകൾ ചുരുങ്ങിപ്പോയി, ആമാശയം ചുരുങ്ങിപ്പോയിട്ട് തെല്ലും തൊലിയുമായിട്ടാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ആരംഭ റസൂലുള്ളാഹിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. തീർന്നല്ല പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കൊടുങ്കാറ്റുകൾ വീശിയടിച്ചാലും അള്ളാഹുവിന്റെ ഹബീബിനെ ആടാതെ ഉലയാതെ പതറാതെ സംരക്ഷിച്ചിരുന്നയാളാണ് മക്കയിലെ പ്രമാണിയായ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് മരണപ്പെടുന്നതും ഈ സമയത്ത് തന്നെയാണ്. വല്ലാത്ത ആഘാതമാണ്. വലിയ ശക്തിയുള്ള ആളാണ്, സബറുള്ള ആളാണ്, ഹിൽമുള്ള സഹനമുള്ള ആളാണ് മുത്ത് റസൂലുള്ളാഹ്. പക്ഷെ അവിടത്തേക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഖദീജ ബീവിയുടെ വഫാത്തിനെ കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. ഏത് കുഞ്ഞിനെ സംബന്ധിച്ചും തന്റെ ഉപ്പയുടെ നാട്ടുകാരും വീട്ടുകാരും തന്നെ കൈവടിഞ്ഞാലും തന്റെ ഉമ്മയുടെ കുടുംബക്കാരും തന്നെ ചേർത്തിപ്പിടിക്കുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങൾ തായിഫിലേക്ക് പോകുകയാണ്. തായിഫിലേക്ക് ചെന്നിട്ട് തനിക്ക് തീർച്ചയായും സംരക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മുത്ത് റസൂലുള്ളാഹിയെ തേടിക്കൊണ്ടെത്തുന്നത് അതിശക്തമായ മർദ്ദനമാണ്. കിലോമീറ്ററുകളോളം റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞോടിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ മക്ക ഹറമിൽ നിന്ന് തായിഫിലേക്ക് എത്താൻ എത്ര പ്രയാസമുണ്ട്. ഇന്ന് ചുരം റോഡാക്കി മാറ്റിയിട്ടുണ്ട്. മനോഹരമായ റോഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മലയും മേടുമൊക്കെ താണ്ടിയിട്ട് വലിയ പ്രതീക്ഷയോടുകൂടെ കടന്നു ചെന്നപ്പോ കൽച്ചികളുകളാണ് റസൂലുള്ളാഹിനെ സ്വീകരിച്ചത്. അവിടുത്തെ കാൽപാദത്തിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. അവിടുത്തെ ആ രക്തത്തിൽ ചവിട്ടി നിൽക്കുന്ന കാലുകൾ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ രക്തമാണ് ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മക്കയിലെ പീഡനം അവർണ്ണനീയമാണ്. മുഹമ്മദെ വഹീ ബിന്ദുകയാണ് കൂട്ടത്തില്. മുഹമ്മദെ നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു എന്ന പ്രചരണം പരിഹാസ്യമായി പുറത്തു വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ളാഹിന്റെ ആ സാഹചര്യം. ലോകത്തൊരിക്കലും പരിശുദ്ധ ഇസ്ലാമിൽ ദുഃഖാചരണമില്ല. പക്ഷേ ആമുൽ ഹസൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ഒരു വർഷമുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച സന്ദർഭത്തെ കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഹബീബായ നബി തങ്ങൾ പാടെ തളർന്നിരിക്കുകയാണ്. അവിടെയാണ് റബ്ബിന്റെ സഹായം എത്തുന്നത്. വല്ലുഹാ
വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹക്കനിയായ ഉമ്മയെ കാത്തിരിക്കുന്ന മിഞ്ഞപ്പാൽ നുകരുന്ന പൊന്നുമക്കളെ പോലെ ആ ഉമ്മയുടെ സാന്നിധ്യം ആ കുഞ്ഞിന് ലഭ്യമാകുന്ന ആശ്വാസം പോലെ ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി വിശുദ്ധ ഖുർആനിന്റെ വചനം വരികയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. രാത്രിയെയും പകലിനെയും തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഹബീബായ തങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടില്ല, അങ്ങയെ ഉപേക്ഷിച്ചിട്ടുമില്ല. ആരങ്ങയുടെ കൂടെ ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ സഹായം അങ്ങയോട് കൂടെയുണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട. വലല്ലാഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. ഈ ഭൗതികമായ ലോകത്ത് നിന്ന് ആഖിറത്തിലേക്കുള്ള അങ്ങയുടെ ഓരോ നിമിഷവും സഞ്ചാര നിമിഷവും അങ്ങയുടെ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ദറജ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് നബിതങ്ങളുടെ ഭൂതകാലം അതിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി, അവിടെയൊക്കെ അങ്ങേ അല്ലാഹു ചേർത്തി പിടിച്ചില്ലയോ, ഇനിയും അങ്ങേക്കത് പ്രതീക്ഷിക്കാമെന്ന സമാശ്വാസത്തിന്റെ വാക്കുകൾ മുത്തുനബിക്കത് വല്ലാത്ത ആശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയും അവസാനിച്ചില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയെ കൊണ്ടുപോവാൻ തീരുമാനിക്കുകയാണ്. കാരണം അത്രമേൽ മുത്തുനബിയുടെ മനസ്സ് ടെൻഷനിലാണ്, പ്രയാസത്തിലാണ്, ഒറ്റപ്പെടലിലാണെന്ന് അവിടെ നിന്ന് റബ്ബുൽ ഇസ്സത്ത് അറിഞ്ഞിട്ടുണ്ട്. അതേ കൊണ്ടുപോകുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. അതേ സുബ്ഹാന, പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു മഹാത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകത്തെ റസൂലുള്ളാഹിന്റെ മുമ്പ് കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾക്കോ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചു പോയ മനുഷ്യർക്കോ ഇലാ യൗമിൽ ഖിയാമ വരുന്ന സമൂഹത്തിനോ അതെത്രമേൽ ടെക്നോളജി വികസിച്ചാലും മറികടക്കാൻ കഴിയാത്ത മഹാത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, സുബ്ഹാന എന്ന പ്രയോഗം അല്ലാഹു പ്രയോഗിച്ചത്. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. നമ്മൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാനും നിങ്ങളൊക്കെ പറയുന്ന ഒരു വാക്കാണ് മാഷാ അല്ലാഹ്. അത് സൗദിയിൽ നിന്നും മറ്റുമൊക്കെ വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത് അത്ഭുതം കണ്ടാൽ സുബ്ഹാനല്ലാഹ് പറയണമെന്നാണ്. സന്തോഷം കണ്ടാൽ മാഷാ അല്ലാഹ് എന്ന് പറയുന്നതിന് തെറ്റുണ്ട് എന്നല്ല. പക്ഷെ സുബ്ഹാനല്ലാഹ് അതൊരു വല്ലാത്ത വാക്കാണ്. അത് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നതും അല്ലാഹു നൽകുന്ന വല്ലാത്തൊരു അംഗീകാരവുമാണ്. അതേ, ഈ മഹാത്ഭുതമായ ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം, ആ സംഭവത്തിന് അല്ലാഹു നൽകുന്ന ആ മുഖം സുബ്ഹാന എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഏതാണ് റബ്ബ് അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസന്റെ ആത്മാവും ശരീരവും ഉൾപ്പെടെ അവന്റെ ആ പ്രയാണം നടത്തുകയാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അതേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അല്ലദീ ബാറക്നാ ഹൗലഹു, അവിടെ മഹാന്മാരായ അമ്പിയാക്കൾ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെ സന്ദർശിക്കാനാണ്, അവരെ പൊരുത്തം നേടാനാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പാഠമുണ്ട്. നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും, അത് സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, ശാരീരികമായി നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഔന്നിത്യം ലഭ്യമാവണമെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകളെ നമ്മൾ അംഗീകരിക്കണം. മകനാണ് നമ്മൾ, മകളാണ് നമ്മൾ, നമുക്ക് ഉന്നതി ലഭ്യമാവണോ അല്ലാഹുവിന്റെ അടുക്കല്
നമ്മളെ ഉമ്മായെയും ഉപ്പായെയും നമ്മൾ അംഗീകരിക്കണം. നമ്മളെ ഉസ്താദുമാരെ നമ്മൾ അതവോടുകൂടെ കാണണം. അവരൊക്കെ വാക്കുകളെ നമ്മൾ ആദരവോടുകൂടെ കാണണം. വയസ്സിൽ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹു ആദരിച്ചതിനെ മുഴുവനും നമ്മൾ ബഹുമാനിക്കണം. അതേ ഈ പാഠമാണ് മിഅ്റാജ് ഇസ്രാ നൽകുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഇസ്രാ, അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് കിടക്കുന്നവരെ സിയാറത്ത് ചെയ്യാൻ ഇതെന്തെങ്കിലും സമയമെടുക്കാൻ വേണ്ടി നമ്മൾ പറയല്ല. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് മുഴുവനും ഈ യാത്രയെ കുറിച്ച് വിവരമുണ്ടായിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അവരുടെ റൂഹെടുക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ അവര് മറ്റൊരിടത്താണ്. റൂഹിനെ പിടിക്കാൻ വിസമ്മതിച്ചു എന്ന് സഹീഹുൽ ബുഖാരിയിൽ വരെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവര് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാമിനെ അടിച്ചു എന്ന് വരെ ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാം. അവിടുന്ന് തിരിച്ചു ചെന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, പടച്ചോനെ, ഭൂമിയിൽ നിന്ന് തിരിച്ചു വരാൻ ഇഷ്ടമല്ലാത്തൊരു മനുഷ്യന്റെ അടുക്കലേക്കാണോ നീ എന്നെ പറഞ്ഞയച്ചത്? അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. അദ്ദേഹത്തിന് ചില നിബന്ധനയുണ്ട് മരണപ്പെടാൻ. ആ നിബന്ധന നിങ്ങൾ ചോദിച്ചിട്ട് അവരുടെ റൂഹെടുത്തിട്ട് നിങ്ങൾ വരണമെന്ന് അറിയിക്കുന്നു. മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം വീണ്ടും വരുന്നു. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് മരണപ്പെടാൻ 2 നിബന്ധനയുണ്ട്. എന്റെ ഖബരി നിബന്ധന എന്താണ്? ഒന്ന്, ഖബരി ഫീ തരീഖി മിഅ്റാജിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖബറു ശരീഫ് ഉണ്ടാവേണ്ടത് അവസാന കാലത്തെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി വരുന്ന വഴിയിലായിരിക്കണം. അതോടൊപ്പം തന്നെ ഖരീബ ഖുദ്സ്, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്താവണം. എന്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ, ആ 2 നിലക്ക് അവര് മരണപ്പെടുന്നു. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്താണ് അവരെ ഖബറുള്ളത്. അള്ളാഹു സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സിയാറത്തിന് വേണ്ടി കൊണ്ടുപോകുകയാണ്. അവിടെ ചെന്നപ്പോഴോ എന്തിലാ പോകുന്നത്? കൊണ്ടുപോകുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മാമീൻ. മലക്കുകളിൽ മുഖറബായ ഏറ്റവും ഉന്നത സ്ഥാനീയനായ അതിശക്തനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മുത്ത് റസൂലുള്ളാഹിന്റെ ഗൈഡ്. പോകുന്ന വാഹനം അത് ബുറാഖാണ്. അത് ബർക്കെന്ന ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ബർക്കെന്ന് പറഞ്ഞാൽ മിന്നലാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇടിമിന്നൽ കണ്ടിട്ടില്ലേ? അതിൽ നിന്നാണ് ബുറാഖ്. പ്രിയപ്പെട്ടവരെ, ആ ബുറാഖിന്റെ ഒരു സ്വഭാവം അതിന്റെ കണ്ണിന്റെ ദൃഷ്ടിയെത്തുന്നിടത്താണ് ഒരു കാല് വെച്ചാൽ അടുത്ത കാലത് വെക്കുന്നത്. സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കൃത്യമായി നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് സ്വപ്നാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സ്വപ്നത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇന്നലെ രാത്രി പോയവരുണ്ട്. അതിന് പ്രത്യേകമായ വാഹനം ആവശ്യമില്ല. അതിന് മറ്റുള്ള സൗകര്യങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ബിഅബ്ദിഹി എന്ന പ്രയോഗം ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ശരീരം കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി പറയുന്ന പ്രയോഗമാണ്. സ്വപ്നത്തിനൊരിക്കലും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി ബുറാഖോ, മസ്ജിദുൽ അഖ്സയിൽ ഒരിടമുണ്ട്. ആ ഇടത്തിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്. ഇന്നും നമുക്ക് പോയാൽ കാണാൻ പറ്റും. ആ വട്ടക്കണ്ണിയിൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ വട്ടക്കണ്ണിയിലാണ് ബുറാഖിനെ ബന്ധിപ്പിച്ചത്. മഹാനായ സുലൈമാൻ നബിയുടെ വാഹനവും ബന്ധിപ്പിച്ചിരുന്നത്, മൃഗങ്ങളെയും ബന്ധിപ്പിച്ചിരുന്നത് ആ വട്ടക്കണ്ണിയിലാണ്. ഇന്നും നമുക്കത് പോയാൽ കാണാൻ പറ്റും. അങ്ങനെ അള്ളാഹു ചുരുക്കി പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് മസ്ജിദുൽ അഖ്സയിലാണ്. ആ മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്.
നിങ്ങൾ നമ്മൾ മസ്ജിദുൽ അഖ്സ കാണുമ്പോൾ അതിന്റെ പരിസരത്തുള്ളൊരു സ്വർണം പൂശപ്പെട്ട ഒരു കുബ്ബ കാണാറില്ലേ? നമ്മളിൽ പലരും മനസ്സിലാക്കിയത് അതാണ് മസ്ജിദുൽ അഖ്സ എന്നാണ്. അതിന്റെ ഏകദേശം വലതു ഭാഗത്തായിട്ടാണ് മസ്ജിദുൽ അഖ്സയുള്ളത്, അഖ്സ പള്ളിയുള്ളത്. അതൊരു പാറക്കെട്ടിന്റെ മുകളിലാണ്. ആ കുബ്ബയുടെ ഉള്ളിലായി ബഹുമാനപ്പെട്ട അംബിയായിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നിസ്കരിച്ച സ്ഥലം നമുക്ക് പോയി കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല അതേ പാറക്കെട്ടിൽ നിന്നാണ് മഹാനായ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഓതുന്നതെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മിഅ്റാജ് ആരംഭിക്കുകയാണ്. ഇലാ ഹളറത്തുൽ ഖുദ്സ്, പടച്ച റബ്ബിന്റെ സവിധത്തിലേക്ക് നബി തങ്ങൾ പാറയിൽ ചവിട്ടിയിട്ടാണ് കയറുന്നത്. ആ ചവിട്ടി കയറിയ കാലിന്റെ ആ ചവിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി മസ്ജിദുൽ അഖ്സയുടെ അടുത്തുള്ള കുബ്ബത്തും സഹറായിൽ ആ പാറക്കല്ലിൽ നബി തങ്ങൾ ചവിട്ടി കയറിയ ആ ഭാഗത്ത് റസൂലുള്ളാന്റെ കാൽപാദം പതിഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് കാഴ്ച. അല്ലാഹു നമ്മുടെ ഭാഗ്യം ജീവിതത്തിൽ അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഓരോ ആകാശത്തു കൂടെ നബി തങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അവിടെയൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മലക്കുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ യഹ്യാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇവരൊക്കെ വ്യത്യസ്തമായ ആകാശങ്ങളിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നു. അർശ് കണ്ടു, കുർശ് കണ്ടു, ലൗഹും ഖലമും കാണുന്നു. സ്വർഗ്ഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അതിഭയാനകമായ നരകശിക്ഷയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് സിദ്റത്തും മുന്തഹയും പിന്നിടുകയാണ്. സുബ്ഹാനല്ലാഹ്. കൂടെയുള്ള സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഒന്ന് നിന്നു പോകുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് പറയുന്നു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ തങ്ങളെ, ഇനി ഇവിടെ അങ്ങോട്ട് എനിക്ക് വരാൻ സാധ്യമല്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ ആരുടെ സമുദായമാണെന്ന് നമ്മൾ ചിന്തിക്കണം. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിറകോട്ട് നിൽക്കാനുള്ള അവസരമേ ഉള്ളൂ, മുന്നോട്ട് പോവാൻ സാധ്യമല്ല. ഇനി അങ്ങേക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിലേക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയെ യാത്രയാക്കുകയാണ്. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ, അങ്ങയോട് സംവദിക്കാൻ വേണ്ടി അങ്ങയുടെ രക്ഷിതാവ് കാത്തിരിക്കുകയാണ്. ഒരു വല്ലാത്ത കൂടിക്കാഴ്ചയാണത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു. വീണ്ടും ആവശ്യം ശക്തമാക്കിയപ്പോൾ റബ്ബ് തആല പറഞ്ഞു, തൂരിസീനാ പർവ്വത നിരകളിലെ ഒരു പർവ്വതത്തിലേക്ക് ഞാൻ എൻ്റെ നൂറു തജല്ലിയുടെ ഒരു അംശം ഞാൻ സംവേദിപ്പിക്കാം.
ഞാൻ അതിലേക്കിടാം, ഞാൻ അതിലേക്ക് എത്തിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പറയാണ്, തുടർന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം എന്റെ കാഴ്ച. അത് കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണു പോയി എന്ന് മാത്രമല്ല, ആ പർവ്വതം ഈജിപ്തിലെ മരുഭൂമിയിലെ പർവ്വതങ്ങളിൽ നിന്ന് വിഭിന്നമായി കറുത്ത കളറായി ഛിന്ന ഭിന്നമായി പോകുകയാണ്. ഇതെന്തെങ്കിലും കെട്ടുകഥകൾ റീച്ചിന് വേണ്ടി പറയുന്ന മാധ്യമങ്ങളുടെ വർത്തമാനമല്ല, വിശുദ്ധ ഖുർആന്റെ വർത്തമാനമാണ്. നേരിട്ട് നമുക്ക് പോയാൽ ഇന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ഇരിക്കട്ടെ, ആ റബ്ബാണ് ഒരിക്കലും ഒരാളുടെ മുമ്പിലും പാകപ്പെടാത്ത റബ്ബ്, ഒരാൾക്കും ഈ ഭൂമിയിൽ നിന്ന് അവസരം ആ നിലക്ക് നൽകാത്ത റബ്ബ് മുത്തുനബിക്ക് വേണ്ടി പാകപ്പെടുകയാണ്. തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. മൊത്തത്തിൽ നമ്മളത് മനസ്സിലാക്കിയാൽ എല്ലാ നന്മകളും, വാക്കിലുള്ള നന്മകൾ, പ്രവൃത്തിയിലുള്ള നന്മകൾ, ചിന്തയിലുള്ള നന്മകൾ, അത് റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഹബീബും വമഹബൂബും ഫമാ സമ്മ സാലിസു. അവിടെ അല്ലാഹുവും അല്ലാഹുവാകുന്ന മഹബൂബും ഹബീബായ നബി തങ്ങളും മാത്രമാണുള്ളത്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണച്ചു കൂട്ടുകയാണ്. കാബ കൗസൈനി ഔ അദ്നാ. ഒരു വില്ലിന്റെ രണ്ട് ഭാഗം എത്രമേൽ അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്തിരിക്കുകയാണ്. മൂസാ നബിക്ക് അലൈഹിസ്സലാമിനൊരു അംശം അവിടുത്തെ നൂറുത്ത ജല്ലിയുടെ, അവിടുത്തെ പ്രകാശോഭയുടെ റബ്ബിന്റെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹു തആല നമ്മുടെ ഹബീബിന്റെ മുമ്പിൽ പാകപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് നന്മയുടെ വാക്കുകളും നന്മയുടെ സമ്മാനവും സമർപ്പിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അതേ, അവിടുന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, അങ്ങേക്ക് അല്ലാഹുവിന്റെ സ്വലാത്തുണ്ടാവട്ടെ, സലാമുണ്ടാവട്ടെ. ഉടനെ മലക്കുകൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ആ സ്വലാത്തും സലാമും റബ്ബാകുന്ന മഹബൂബ് മുഹമ്മദുർ റസൂലുള്ളാഹിയാകുന്ന ഹബീബിന് നൽകിയ ആ സമ്മാനം ലോകത്തെല്ലാ വിശ്വാസികളിലേക്കും എത്തിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വല്ലാത്ത കൂടിക്കാഴ്ചയാണ്, ഒരു ആശ്വാസമാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സുബ്ഹാന ജല്ല വഅല റബ്ബിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഫൗഹാ ഇലാ അബ്ദിഹി മൗഹാ. എല്ലാ സങ്കടങ്ങളും തീരുകയാണ്, എല്ലാ ഹുസ്നും മാറുകയാണ്, എല്ലാ സന്തോഷവും വന്നെത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി ചാർജ് ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചേർത്ത് പിടിച്ചിട്ട് തിരിച്ചയക്കുകയാണ്. അവന്റെ വിജ്ഞാനത്തിന്റെ ഒരാളുടെ മുമ്പിലും തുറന്നു കൊടുക്കാത്ത മഹാത്ഭുതത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. ശേഷം തിരിച്ചയക്കുന്നു ഒരു മഹാസമ്മാനവുമായിട്ട്. എന്താ പ്രിയപ്പെട്ടവരെ ആ സമ്മാനം? അത് 5 വഖ്ത് നമസ്കാരമാണ്. ആ 5 വഖ്ത് നമസ്കാരവുമായിട്ട് മുത്തുനബി തങ്ങൾ വരികയാണ്. ആദ്യം 50 ആയിരുന്നു, പിന്നീട് അത് 5ആയി. 50ന്റെ പ്രതിഫലത്തോടു കൂടെ തിരിച്ച് ചുരുക്കിക്കിട്ട് നമ്മളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരികയാണ്. ആ സമ്മാനവുമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഭൂമിയിലേക്ക് വന്നത്. നമസ്കാരം ഒരിക്കലും ഭൂമിയുടെ സമ്മാനമല്ല, അത് ആകാശത്ത് നിന്ന് ലഭ്യമായ സമ്മാനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമേൽ പ്രസക്തി നമ്മൾ നമസ്കാരത്തിന് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മാസമാണ്. എല്ലാം കഴിഞ്ഞിട്ടൊരു നമസ്കാരം എന്നല്ല, ഈ ലോകത്ത് ഒരു നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർവഹിക്കേണ്ട ജോലികളിൽ ഏറ്റവും ഒന്നാമത്തെ ജോലി, പരിഗണിക്കേണ്ട പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനം അത് നമസ്കാരമാണ്. പലപ്പോഴും അതുണ്ടാവാറില്ല. നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ കല്യാണങ്ങൾ, നമ്മുടെ യോഗങ്ങൾ, നമ്മുടെ തിരക്കുകൾ, അതെല്ലാം കഴിഞ്ഞിട്ട് പലപ്പോഴും നിസ്കാരത്തിന് സമയം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഖളാ വന്നുപോയ നമസ്കാരങ്ങൾ
ഖലാ വീട്ടിയെടുക്കാൻ നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം. കാരണം പരിശുദ്ധമായ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹാത്ഭുത യാത്രയുണ്ടല്ലോ, ഒരു രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് സംഭവിച്ച ഈ മഹാത്ഭുതം, അതിന്റെ ചില സന്ദേശങ്ങളുണ്ട്, അത് നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. അതിലൊന്നാമത് ഏറ്റവും പ്രധാനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ ഖുദ്റത്തിന്റെ ഉടമയാണ്. റബ്ബിന് കഴിയാത്തതായി, കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇദാ അറാദ ശൈഅൻ യകൂന ലഹു കുൻ ഫയകൂൻ. ഒരു വിഷയമാവട്ടെ, ഒരു വസ്തുവാവട്ടെ, അതുണ്ടാവണം, അത് ലോകത്ത് സാധ്യമാവണം. പടച്ച റബ്ബിന്റെ ഒരു കൽപ്പന മാത്രം മതി. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ ബലഹീനരാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അവന് കഴിയാത്തതൊന്നുമില്ല. മിഅ്റാജ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വിശ്വാസം, അത് കാണലല്ല പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത് നമ്മൾ വിശ്വസിക്കലാണ്. അത് മിഅ്റാജിന്റെ സന്ദേശമാണ്. വിശ്വസിക്കാൻ പരിശുദ്ധ ദീൻ ആവശ്യപ്പെട്ടത് വിശ്വസിക്കുക. കാണട്ടെ, കേൾക്കട്ടെ, കാണാതിരിക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഏതൊരു സത്യവിശ്വാസിയും പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോവാൻ ഉള്ള ഏറ്റവും വലിയ പ്രചോദനമാണ് മിഅ്റാജ്. വേദനകൾക്ക് ശേഷം ആശ്വാസമുണ്ടാകുമെന്ന സന്ദേശമാണ് മിഅ്റാജ് നൽകുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. സങ്കടത്തിന്റെ കൂടെ, സന്താപത്തിന്റെ കൂടെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുമെന്ന് മിഅ്റാജുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് സങ്കടവും അല്ലാഹു നമുക്ക് തരുന്നത് സന്തോഷിപ്പിക്കാനാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് സന്തോഷമുണ്ടാകും, അല്ലെങ്കിൽ പരലോകത്ത് തീർച്ചയായും സന്തോഷമുണ്ടാകും. അതോടൊപ്പം നമസ്കാരം ഒരിക്കലും നമ്മൾ ഒഴിവാക്കി കളയരുതേ. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. അത് അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹസമ്മാനമായി നമുക്ക് ഏൽപ്പിച്ചതാണ്. നമ്മുടെ റബ്ബിനെ മുത്തുനബി കണ്ടുവെങ്കിൽ നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാനുള്ള മാർഗമാണ്. അതൊരിക്കലും നമ്മൾ ഒഴിവാക്കരുതേ. മിഅ്റാജിന്റെ സന്ദേശമാണ്. ഈ ലോകത്തെല്ലാ പ്രവാചകന്മാരെക്കാളും, എല്ലാ സൃഷ്ടികളെക്കാളും റബ്ബിനിഷ്ടമുള്ളതും റബ്ബിനോടടുപ്പമുള്ളവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ മിഅ്റാജ് നൽകുന്ന പാഠങ്ങള്. അതോടൊപ്പം തന്നെ മിഅ്റാജ് ഈമാനിന്റെ പരീക്ഷയാണ്. ഒരു രാത്രിയിൽ ഇത്രമേൽ ടെക്നോളജി വികസിക്കാത്ത സൂപ്പർസോണിക് വിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാ പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൗതികമായി ചിന്തിച്ചാൽ ഒരിക്കലും ഏകദേശം എത്ര സ്പീഡോടുകൂടെ യാത്ര ചെയ്യുന്ന ഒട്ടകമാണ് കുതിരയാണെങ്കിലും ഒരു വർഷത്തെ ഒരു മാസക്കാലത്തെ വഴി ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന്, അവിടുന്ന് 7ാം ആകാശത്തേക്ക് പോയി എന്ന്, അവിടുന്ന് റബ്ബിനെ കണ്ടുവെന്ന്, അവിടുന്ന് നമസ്കാരം ലഭിച്ചുവെന്ന്, സുബഹിക്ക് മുമ്പ് തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോ അത് വിശ്വസിക്കണമെങ്കിൽ ഈമാൻ ആവശ്യമാണ്. ഈമാനുള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഈമാനിന്റെ പരീക്ഷയായിരുന്നു. 13 ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണ്. ഇസ്രാ മിഅ്റാജിന്റെ മഹാത്ഭുതം ഉൾക്കൊള്ളാൻ കഴിയാതെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ കളിയാക്കലുകൾ വരികയാണ്. ചിലർ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അതെങ്ങനെയൊക്കെയാണ്? ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന അറബികൾക്ക്, മക്കക്കാർക്ക് ബൈത്തുൽ മുഖദ്ദസ് സുപരിചിതമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്തു. രണ്ടാമതൊരു ചോദ്യം അവരുടെ ഒട്ടകങ്ങളെ കുറിച്ചായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങളുടെ ഒട്ടക സംഘങ്ങളെ നിങ്ങൾ കണ്ടിരുന്നോ? ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു, റൗഹായിൽ വെച്ച് ഞാനൊരു സംഘത്തെ കണ്ടു. ആ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന ടെന്റുകളിൽ, ഇടയന്മാരുടെ ടെന്റുകളിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അക്കൂട്ടത്തിൽ ഒരൊട്ടകത്തെ കാണാനില്ലാത്തത് കൊണ്ട് അതിനെ അന്വേഷിച്ചു പുറപ്പെട്ടതാണ് അവർ. അങ്ങനെ അവരതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. മുത്തുനബി പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മറ്റൊരു സംഘത്തെ ഞാൻ കണ്ടത് തൻഈമിൽ വെച്ചുകൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തൻഈം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആയിഷ മസ്ജിദ് നിൽക്കുന്ന സ്ഥലമാണ്.
ആ തൻഈമിന്റെ അടുത്ത് വെച്ച് ഒരു സംഘം ഒട്ടകത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒട്ടകങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു ഒട്ടകത്തിന്റെ കാല് വെളുത്ത നിറമുള്ള കാലുള്ള ഒട്ടകമുണ്ട്. ആ ഒട്ടകക്കൂട്ടം ഏകദേശം മക്കയിലെത്താറായിട്ടുണ്ടാകും. അവരന്വേഷിച്ചു പോക്കുമ്പോ പ്രിയപ്പെട്ടവരെ അതും ബോധ്യപ്പെടുകയാണ്. പക്ഷേ ധിക്കാരികൾക്ക് ബോധ്യപ്പെടില്ലല്ലോ. അവർ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. മുത്തുനബിയെ ഭ്രാന്തനെ സ്ഥിരപ്പെടുത്താൻ മുമ്പ് അവർ വിളിച്ച ഭ്രാന്തിനെ, പറഞ്ഞ ഭ്രാന്തിനെ സ്ഥിരപ്പെടുത്താൻ അവരിതിനെ മാധ്യമമാക്കി. അബൂബക്കർ സിദ്ദീഖ്, അവർ ഈ ഉമ്മത്തിന്റെ സിദ്ദീഖ് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്ത് റസൂലുള്ള വരെയുള്ള ആ അമ്പിയാക്കൾ കഴിഞ്ഞാൽ അവരുടെയൊക്കെ സമുദായത്തിലെ സിദ്ദീഖീങ്ങൾ എടുത്താൽ ആ കൂട്ടത്തിലെ 1-ാം നമ്പർ സിദ്ദീഖ് മഹാനായ അബൂബക്കറാണ്. പ്രിയപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഈ രംഗത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അവര് പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ അവര് ചോദിച്ചു, സിദ്ദീഖേ, ഇത്ര കാലം നിന്റെ സാഹിബ് പറഞ്ഞിരുന്നല്ലോ, ഇന്ന് പല കാര്യങ്ങളും പറഞ്ഞിരുന്നപ്പോ അത് കണ്ണാക്ക് തൊടാതെ വിശ്വസിച്ച് വിഴുങ്ങിയിരുന്ന ആളല്ലയോ നീ? എന്നാൽ ഇപ്പോൾ ഇതാ പറയുന്നു, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, അവിടെ നിന്ന് 7-ാം ആകാശത്തേക്ക് പോയി മഹാത്ഭുതങ്ങൾ കണ്ട് തിരിച്ചു വന്നു എന്ന്. എന്താ നിങ്ങളെ അഭിപ്രായം സിദ്ദീഖേ? ഉടനെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എന്റെ ഹബീബായ തങ്ങൾ ഇത്രയും കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓതി തന്നിരുന്ന വിശുദ്ധ ഖുർആൻ ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, എന്റെ ഹബീബ് ഈ മിഅ്റാജിനെ കുറിച്ച്, ഇസ്രായിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതിലൊരൽപ്പം പോലും സംശയം എനിക്കില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന സത്യസന്ധതയുടെ ലീഡർഷിപ്പ് മഹാനായ അബൂബക്കർ തങ്ങൾക്ക് ചാർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ മഹാത്ഭുതം നമ്മൾ ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ആ മഹാത്ഭുതത്തെ നാം പഠിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നമുക്ക് ലഭിച്ച റബ്ബിന്റെ ആ ഏറ്റവും വലിയ മുനാജാത്തിനുള്ള അവസരം മുത്തുനബിക്ക് ലഭിച്ചപ്പോ ഈ മിഅ്റാജ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ മുഅ്മിനേ, നിന്റെ ഹബീബായ തങ്ങൾക്ക് റബ്ബിന്റെ സബിതത്തിലേക്ക് പോവാൻ അല്ലാഹു അവസരം നൽകിയതുപോലെ മഹാകാഴ്ചകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ എടുത്ത് സംസാരിച്ചാൽ പോലും തീരാത്ത കാഴ്ചകളുണ്ട്. നിസ്കാരത്തെ കുറിച്ച് കണ്ട കാഴ്ചയൊന്ന് പറയട്ടെ. അതേ, ഒരാള് ഒരു വലിയ പാറക്കല്ലെടുത്തിട്ട് തന്റെ ശിരസ് അടിച്ചു പൊട്ടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. വീണ്ടും പഴയ അവസ്ഥ അല്ലാഹു തിരിച്ചു കൊടുക്കുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, ആരാണ് ഈ ആളുകള്? ഈ ഇത്രയും ക്രൂരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ ആരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളോട് പറയാണ്, നബിയേ, ഉലൈക അക്കൂട്ടക്കാർ അല്ലദീന സഖുലത്തു റൂസുഹും അനിസ്സലാത്ത്, അവർക്ക് നമസ്കാരത്തെ തൊട്ട് അവരുടെ ശിരസ് ഭാരമായവരാണ്. നിസ്കാരത്തിൽ അലസത വരുത്തിയവരാണ്. നിസ്കാരത്തിന് ഗൗരവം കൊടുക്കാത്തവരാണ്. അവർക്കുള്ള ശിക്ഷ റസൂലുള്ളാഹി തങ്ങൾ തന്റെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രായപൂർത്തിയായത് മുതലുള്ള നമസ്കാരം നമുക്ക് ഖളാ ഉണ്ടെങ്കിൽ അത് കുറച്ചായി ഖളാ വീട്ടിയെടുക്കാനും, ഇനി മരണം വരെ നിസ്കാരം ഖളാ ആക്കില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും മുബാറക്കായ സമയത്ത് പരമാവധി ജമാഅത്തായി നിസ്കരിക്കുമെന്ന ഉറപ്പോടുകൂടെ ഈ മിഅ്റാജ് ചർച്ച ചെയ്ത ഈ മജ്ലിസിൽ നിന്ന് പിരിയാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, സന്തോഷിപ്പിക്കുന്നതും അതിലേറെ ദുഃഖിപ്പിക്കുന്നതുമായ ഒരുപാട് കാഴ്ചകൾ അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരുടെ ശിക്ഷ കണ്ടിട്ടുണ്ട്. വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവരുടെ ശിക്ഷ കണ്ടിട്ടുണ്ട്. കളവ് പറയുന്നവർ, വ്യഭിചരിക്കുന്നവർ, പലിശ വാങ്ങുന്നവർ, കൊടുക്കുന്നവർ, ഇങ്ങനെ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മഹാത്ഭുതങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മഹത്തായ മിഅ്റാജിനെ സ്മരിക്കപ്പെടുമ്പോ ഈ മിഅ്റാജ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, മൂമിനെ നിനക്ക് മിഅ്റാജ് ആവശ്യമില്ലേ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ എനിക്കും അത് ലഭ്യമാവണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നമ്മളോട് ഈ മിഅ്റാജ് ദിനം നൽകുന്ന സന്ദേശം, നീ എണീക്കണം അർദ്ധരാത്രിയില്, നീ നിസ്കരിക്കണം 2 റക്അത്ത്, നീ നിന്റെ റബ്ബിനോട് നിനക്ക് സംസാരിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണം, സംസാരിക്കണം. നീ നിന്റെ റബ്ബിനോട് ചാറ്റ് ചെയ്യണം, നിന്റെ റബ്ബിനോട്. രാത്രിയിൽ നീ എണീറ്റാൽ 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത് തഹജ്ജുദ് നിസ്കരിച്ചോ. വസ്തഗ്ഫിറൻ ലിൽ മുഅ്മിനീന, ലോകത്തെ സത്യവിശ്വാസികളാകുന്ന എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്തോ, സകല മനുഷ്യർക്കും വേണ്ടി. വഅവിലാ, നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞോ. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും നിന്റെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനില് അതിന് വലിയ കനമാണ് മുഅ്മിനേ മുഅ്മിനത്തെ. രാത്രിയിലുള്ള 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അത് കൻസുൽ ലിദാരിൽ ഖുൽദി, അത് വമാംബുല, ശാശ്വതമായി എന്നെന്നും നിനക്ക് പ്രതിഫലം ലഭ്യമാകുന്ന ആഖിറത്തിന്റെ വീട്ടിലേക്കുള്ള നിക്ഷേപമാണ്. ആഖിറത്തിന് വേണ്ടി നീ പരമാവധി നിക്ഷേപം ശേഖരിച്ചോ, സമ്പാദിച്ചോ. നിന്റെ റബ്ബിനോട് രാത്രി എണീറ്റിട്ട് കൂടുതലായി നീ സംസാരിച്ചോ എങ്കിൽ എനിക്ക് എൻ്റെ കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ സമ്പത്തുണ്ട്, എൻ്റെ വാഹനമുണ്ട്, അയൽവാസികളുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ഇവരൊക്കെ നിന്നെ മറക്കുന്ന ദിവസം നിന്റെ റബ്ബിനോട് നീ നടത്തിയ മുത്തുനബി രാത്രിയിലാണല്ലോ മുനാജാത്തിന് വേണ്ടി പോയത്. തഹജ്ജുദിലൂടെ നീ നടത്തുന്ന ഈ മുനാജാത്ത് നിനക്ക് നിക്ഷേപമായി, ആവശ്യാനുസരണം നിനക്ക് പിൻവലിക്കാൻ പറ്റുന്ന സമ്പത്തായിട്ട് അത് നിനക്ക് എത്തിക്കാൻ പറ്റുമെന്ന് കലർപ്പില്ലാത്ത ഇൽമിന്റെയും ഈമാനിന്റെയും ദീനിന്റെയും ഇമാമായ കേരളത്തിന്റെ ഇമാമായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും മിഅ്റാജ് ആവശ്യമാണ്. ആ മിഅ്റാജ് ഇങ്ങനെയാണ്. ഏതായിരുന്നാലും ഈ മഹത്തരമായ ദിനരാത്രങ്ങളെ നന്മകൾ ചെയ്യാൻ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസഹും ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, മുഹറമായ ദിവസങ്ങളിലും മാസങ്ങളിലും നിങ്ങൾ ശരീരങ്ങളോട് അക്രമം കാണിച്ചു പോവല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റുമുള്ള അനാവശ്യമായ സമയം ചെലവഴിക്കലും അതിലുള്ള ഗീബത്ത്, നമീമത്ത്, കിബ്ർ, ഉജ്ബ്, റിയാ, അതിലുള്ള സിന, പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ഹസദ്, എന്തൊക്കെ മോശപ്പെട്ട സംഗതികളുണ്ടോ നേരിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇപ്പൊ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതൊന്നൊക്കെ നമ്മൾ മാറി നിന്നിട്ട് അള്ളാഹു ആദരിച്ച ഈ പരിശുദ്ധമായ റജബിനെയും തുടർന്ന് വരുന്ന ദിനരാത്രങ്ങളെയും ആദരിക്കുകയും നാളെ വെള്ളിയാഴ്ച അസ്തമിച്ച രാവ് പരമാവധി റബ്ബിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തുകയും പകലിൽ ശനിയാഴ്ച പകലിൽ നോമ്പെടുക്കുകയും തുടർന്ന് വരുന്ന റജബിന്റെ ദിനരാത്രങ്ങളെയും ശഅബാനിനെയും ഒക്കെ ബ്രേക്ക് ചെയ്ത് ജീവിതത്തെ പാകപ്പെടുത്തി പരിമിതപ്പെടുത്തി റമളാനാകുന്ന മഹാത്ഭുതത്തെ സ്വീകരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.